വീടിൻ്റെ പുറകുവശത്ത് വിറകെടുക്കുക, അതുപോലെ ചകിരി അടുക്കി വെക്കുക, ഇതൊക്കെ വളരെ സൂക്ഷിക്കണം. ഈ സമയങ്ങളിലൊക്കെ ഒരുപാട് പാമ്പിറങ്ങി വരേണ്ടതാണ്. അപ്പോൾ അതുപോലെ ഒരു സ്ഥലത്ത് വീടിൻ്റെ പുറകുവശത്ത് ഒരു മൂർഖൻ്റെ കുഞ്ഞ് എത്തി അതിനെ ഒരു നായ ആക്രമിക്കുകയുണ്ടായി. അങ്ങനെയാണ് വിളിച്ച് തന്നെ പോയി നോക്കിയപ്പോൾ പരിക്കുണ്ട് ആശാനെ. പക്ഷേ വളരെ ശ്രദ്ധിക്കണം. ഇനി വരുന്ന മാസങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നതും മേറ്റിംഗ് ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കണം. അല്ലെങ്കിൽ ഇത്തരം ഇഴജീവികളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. പരമാവധി എല്ലാവരും വൃത്തിയാക്കുക എന്ന കാര്യം ഏറ്റെടുത്താൽ തന്നെ പാമ്പുകൾ വീട്ടിലേക്ക് വരുന്ന ശല്യം കുറച്ചൊക്കെ കുറയും. എലി, തവള എന്നിവയൊക്കെ വീടിൻ്റെ പരിസരത്ത് കണ്ടുപോകുന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് വീട് വൃത്തിയാക്കാൻ ശ്രമിക്കണം. അത് ഇപ്പോൾ കണ്ണിൽ കാണുന്ന കുറച്ച് വലിപ്പമുള്ളത് പാമ്പുകളായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള പാമ്പിൻ കുഞ്ഞുങ്ങൾ വരെ ഇനി വരുന്ന മാസങ്ങളിൽ വീടിൻ്റെ പരിസരത്ത് നിന്ന് തമ്പടിക്കാൻ സാഹചര്യം വെക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ പരമാവധി വീട് വൃത്തിയാക്കുക എന്ന പരിപാടി നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന വീഡിയോകളും കാണാൻ ശ്രമിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കത് ലഭ്യമാകണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.